നിസ്കാരത്തിൽ ശ്രദ്ധ കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യും എന്നതാണ് ഇന്നത്തെ വിഷയം. അതിന്റെ അർത്ഥം നമ്മുടെ നിസ്കാരത്തിൽ നമുക്ക് ശ്രദ്ധയില്ല എന്നതാണ്. മഹാന അബൂ യസീദ് അൽ ബിസ്താമി റളിയല്ലാഹു അൻഹു ഒരിക്കൽ അദ്ദേഹം ഇങ്ങനെ നടക്കുന്നതൊക്കെ ഈ ഒരു എന്താണ് വസ്ത്രമൊക്കെ ഇങ്ങനെ മോശമായിട്ട് ധരിച്ച് അങ്ങനെ ഇതൊരു ആമുഖമാണ്. നിങ്ങളും വിചാരിക്കണ്ട ഇരുന്നത് കൊണ്ട് മുസ്ലിയാരിന് ക്ലാസ് പോലെ പ്രസംഗിക്കുന്നു. പ്രസംഗമൊക്കെ പ്രസംഗം തന്നെ, ഇരിക്കണ കാര്യമാക്കണ്ട. അതിൻ്റെ ഒരു ആമുഖം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് പറയണ ഒരു സംഭവം. അബൂ യസീദ് അൽ ബിസ്താമി റളിയല്ലാഹു അൻഹു ഈ നല്ല വസ്ത്രമൊന്നും ധരിച്ചങ്ങനെ നടക്കുന്ന ആളല്ലേ, മുസാഫിരീങ്ങളാണല്ലോ സൂഫിയാക്കള്. അപ്പൊ അങ്ങനെ ഒരു വസ്ത്രം ധരിച്ച് പള്ളിക്കകത്ത് നിസ്കരിക്കാൻ കയറിയപ്പോ പള്ളിയിലെ വലിയ ഇമാമ് ഇഖ്ബാൽ വാക്കവി, അനസ് മൗലവി എന്ന് പോലെ ഒന്നുമല്ല, അവരൊക്കെ ചോട്ട കുഞ്ഞു ആളുകളല്ലേ. ബഡാ ഇമാം എന്ന് പറയുമ്പോൾ വലിയ വയറ് വേണം, വലിയ തലക്കെട്ട് വേണം, കണ്ടാൽ ഇത്ര കോട്ടും ഇതൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഭയങ്കര സംഭവമായിട്ടൊരു ഇമാമ്. നിസ്കാരം കഴിഞ്ഞ് ളുഹർ നിസ്കാരം കഴിഞ്ഞപ്പോൾ അബൂ യസീദ് അൽ ബിസ്താമി റളിയല്ലാഹു അൻഹു അടുത്ത് പോയിട്ട് ചോദിച്ചു, നിങ്ങൾ ഇങ്ങനെ നടന്നാൽ നിങ്ങൾക്ക് ആഹാരമൊക്കെ എങ്ങനെ ആരാ തരുന്നതെന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അതിന് മറുപടി ഞാൻ തരാം, ആദ്യം ഞാൻ പോയി നിസ്കാരം ഒന്ന് മടക്കി നിസ്കരിച്ചോട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ ഇമാം ചോദിച്ചാൽ എന്താ, ഞാൻ ഇമാമത്ത് നിന്ന് ശരിയായില്ലേ? അബൂ യസീദ് അൽ ബിസ്താമി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആഹാരം ആരാണ് തരുന്നതെന്ന് അറിയാത്ത ഇമാമിന്റെ പിന്നിൽ നിസ്കരിച്ചിട്ട് വല്ല കാര്യമുണ്ടോ, അതുകൊണ്ട് നിങ്ങളെ പാട്ടിന് വെക്കോളാൻ പറഞ്ഞു. അപ്പൊ ഇതാണ് നമ്മുടെ നിസ്കാരം കൊണ്ട് നമ്മൾ ലക്ഷ്യമാക്കുന്ന കാര്യങ്ങൾ വേറെ പലതുമാണ്. അതുകൊണ്ടാണ് നമുക്ക് ശ്രദ്ധ കിട്ടാത്തത്. ആ ശ്രദ്ധ കിട്ടാനുള്ള വഴിയാണെന്ന് പറയുന്നത്. ശ്രദ്ധിച്ചിരുന്നോളി. അല്ലാഹു തആല കൃത്യമായി നിസ്കരിക്കുന്ന നിസ്കാരത്തിൽ ജാഗ്രതയും ശ്രദ്ധയും കൊണ്ടുവരാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. ഒരു മഹാനായ ചക്രവർത്തി ഒരുപാട് കാലം രാജ്യം ഭരിച്ചു. രാജകൊട്ടാരത്തിൽ അങ്ങനെ അധിപനായി ആർക്കും പരാജയപ്പെടുത്താൻ കഴിയാത്ത രാജനായിട്ട് അങ്ങനെ ഇരിക്കാൻ. അവസാനം അദ്ദേഹം ഒരു ഓഫർ കൊടുക്കാണ് രാജകൊട്ടാരത്തിലുള്ള മുഴുവൻ ആളുകൾക്കും. ഖജനാവ് തുറക്കാൻ പോവാണ്. രാജാവിന്റെ ഖജനാവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിന്റെ ഖജനാവ് പോലെയല്ല. നമ്മൾ എന്ത് പറഞ്ഞാലും കേരളത്തിൽ ഖജനാവ് പൈസ ഇല്ല എന്ന് തന്നെ പറച്ചില്ല. ഈ വയനാടൊക്കെ ദുരിതം വരുമ്പോൾ, ഈ ദുരിതമൊക്കെ വരുന്ന സമയത്ത് നമ്മളെല്ലാവരും കൂടെ ചേർന്ന് 100 വീട് നമ്മൾ വെച്ചു കൊടുക്കാം, മറ്റേ പാർട്ടി 100 വീട്, മറ്റേ പാർട്ടി 50 വീട്, ഇതൊക്കെ പറയുന്ന സമയത്ത് അതൊക്കെ ചെയ്യേണ്ട ഉത്തരവാദിത്തം കേരള ഗവൺമെന്റിനുള്ളതാണ്. നിങ്ങൾ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഭയങ്കര അവിടെ ചെന്നിട്ട് ഭയങ്കര സേവനം, ഭയങ്കര ഹിദ്മത്ത്, എന്നിട്ടൊന്നും കിട്ടിയതുമില്ല, ഇപ്പൊ ഒന്നുമില്ല. അതവിടെ പോയി നോക്കുമ്പോൾ അവിടുത്തെ അനുഭവം അറിയാം. ദുരന്തം വരുമ്പോൾ കുറെ മൈക്ക് സെറ്റും കുറെ സാധനങ്ങളും കുറെ ചർച്ചയും കുറെ പത്രമൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കാന്നല്ലാതെ ഇപ്പൊ അവിടെ പോയി നോക്കുമ്പോഴറിയാം അവിടുത്തെ അവസ്ഥ. പോട്ടെ. അപ്പോൾ രാജാവിന്റെ ഖജനാവെന്ന് പറഞ്ഞാൽ അവിടെ അപാകതകൾ, ന്യൂനതകളൊന്നുമില്ല. ധാരാളം സ്വത്തുണ്ട്, സ്വർണമുണ്ട്, നിധിയുണ്ട്, സമ്പാദ്യമുണ്ട്. രാജാവിന്റെ ഖജനാവ് തുറന്നിട്ട് ഇഷ്ടമുള്ളത് കൊണ്ടുവയ്ക്കോളം പറഞ്ഞു. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുത്തുകൊണ്ട് പോവാന്ന് പറഞ്ഞു. രാജകൊട്ടാരത്തിലുള്ള മുഴുവൻ ആളുകളും ഖജനാവിന്റെ അകത്ത് കയറി, പുറത്തു നിന്നു, കയറിട്ട് കോരിയെടുത്തു, കമ്പിട്ട് കുത്തിയെടുത്തു. അങ്ങനെ ധാരാളം സ്വത്തും സ്വർണവും എല്ലാം ഒരുപാട് ആളുകൾ എടുക്കാൻ. പ്രായം ചെന്ന ഒരു സ്ത്രീ മാത്രം ഒന്നും എടുത്തില്ല. ആഗ്രഹമില്ലാത്തത് കൊണ്ടോ പോകാൻ കഴിയാത്തത് കൊണ്ടോ ആരോഗ്യക്കുറവുള്ളത് കൊണ്ടോ ഒന്നുമല്ല. എല്ലാം കഴിഞ്ഞപ്പോ ചക്രവർത്തി ചോദിച്ചു, എന്തുകൊണ്ട്, നിങ്ങൾക്കൊന്നും വേണ്ടേ? ഖജനാവിൽ നിന്ന് ഇത്രയും ആളുകളെല്ലാം എടുത്തുകൊണ്ട് ഇങ്ങനെ പരക്കം പാഞ്ഞോടുമ്പോ നിങ്ങൾക്കൊന്നും ആവശ്യമില്ല എന്ന് ചോദിച്ചപ്പോ ആ പ്രിയപ്പെട്ട സഹോദരി പറയാണ്, എനിക്ക് ആവശ്യമുള്ളതെല്ലാം എന്റെ രാജാവ് തരുന്നുണ്ട്. പെട്ടെന്നൊരു ഓഫർ വരുമ്പോഴത്തേക്ക് കൈയിട്ടെടുക്കാൻ മാത്രമുള്ള ധനമോഹിയല്ല ഞാൻ. എനിക്കാവശ്യം എന്റെ രാജാവിനെയാണ്, രാജാവിന്റെ സ്നേഹമാണ്, രാജാവിന്റെ പരിചരണമാണ്. ഇതെല്ലാം വാരിയെടുത്തു കൊണ്ടുപോയാൽ രാജാവ് അവരെ കൊട്ടാരത്തിൽ നിന്ന് പറഞ്ഞു വിടുകയാണ്. പിന്നെ പരിഗണന കിട്ടൂല. അതുകൊണ്ട് എനിക്ക് ആവശ്യമുള്ളത് പരിഗണനയായതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ നിൽക്കുകയാണ്. രാജാവ് പറഞ്ഞു, എന്നാൽ നിങ്ങൾ അത്രയും വലിയ വർത്താനം പറഞ്ഞതുകൊണ്ട് നിങ്ങളെ കൊട്ടാരത്തിന്റെ റാണിയായിട്ട് ഇന്ന് മുതൽ പ്രഖ്യാപിക്കുകയാണ്. ഇപ്പൊ ഏറ്റവും വലിയ ലാഭം കിട്ടിയത് ആർക്കാ? ഏറ്റവും കൂടുതൽ ലാഭം കിട്ടിയത് ആർക്കാ? സഹോദരിക്കല്ലേ? ഈ എടുത്തുകൊണ്ട് പോയതിനേക്കാളും വലുതാണ് കൊട്ടാരത്തിലെ റാണി എന്ന് പറഞ്ഞാൽ കൊട്ടാരം അവർക്കുള്ളതാണ്. ഇനിയുള്ള എല്ലാ സമ്പാദ്യവും അവർക്കുള്ളതാണ്. വസ്തുവകകളും എല്ലാ സൗഭാഗ്യങ്ങളും സൗകര്യങ്ങളും അവർക്കുള്ളതാണ്. ഇതെങ്ങനെ കിട്ടി? പെട്ടെന്ന് കിട്ടുന്ന സമ്പാദ്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിച്ചു പോകാതെ നേരെ ശ്രദ്ധ അങ്ങോട്ട് തന്നെ കൊടുത്തപ്പോ കിട്ടി. അള്ളാഹുവിന്റെ ഔലിയാക്കളായത് എങ്ങനെയാണ്? കൈകെട്ടി നിസ്കരിക്കുമ്പോ പല്ല് ചലിച്ചാൽ അവര് നോക്കൂല. അങ്ങനെയാണ് ഔലിയാക്കളായത്. അപ്പൊ അള്ളാഹ് പറഞ്ഞു, എന്നെ മാത്രം നോക്കി നിൽക്കല്ലേ, എന്നാൽ എടുത്തോ മുഹീദ്ദീൻ ഷെയ്ഖ് ഇരിക്കട്ടെ, എന്നാൽ എടുത്തോ അഹമ്മദ് കബീർ റിഫായി ഇരിക്കട്ടെ, എന്നാൽ എടുത്തോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇരിക്കട്ടെ.
ദുനിയാവിൽ എന്ത് സംഭവിച്ചാലും അവർ മറ്റൊന്നും ശ്രദ്ധിക്കൂല, മറ്റൊന്നും കാണൂല. നേരെ ഇബാദത്താണെങ്കിൽ ഇബാദത്തിന്റെ ശ്രദ്ധ മാത്രം. നിസ്കാരത്തിന് വേണ്ടി നിന്നാൽ അള്ളാഹു എന്ന് പറയുന്ന യജമാനനായ റബ്ബിലേക്ക് ലയിറ്റ് ചേരുന്ന ആ ഒരു മഹാ അനുഭൂതി മാത്രം ആസ്വദിച്ചുകൊണ്ട് ജീവിക്കുക, സുഖിക്കുക. സലാം വീട്ടുന്നത് വരെയും ആ സുഖത്തിൽ തന്നെ. അതുകൊണ്ടാണ് മഹാനായ ഹസൻ റളിയല്ലാഹു തആല അൻഹു നിസ്കാരത്തിന്റെ സുജൂദിൽ കിടക്കുമ്പോഴാണ് തന്റെ വീട് കത്തുന്നത്. വീടിങ്ങനെ കത്തി തീ പിടിക്കുമ്പോ ജനങ്ങളൊക്കെ വെള്ളം ഇങ്ങനെ കോരി ഒടിച്ചിട്ട് നിലവിളിക്കുമ്പോൾ മഹാനായ ഹസൻ റളിയല്ലാഹു തആല അൻഹു സുജൂദിൽ നിന്നൊന്ന് ചലിച്ചിട്ടില്ല. ആ സമയത്ത് മഹാനായ ഹസൻ റളിയല്ലാഹു തആല അൻഹുവിനെ നോക്കി അത്ഭുതപ്പെട്ട് ഭയപ്പെട്ട് നിന്ന ജനങ്ങൾ നിസ്കാരത്താകുമ്പോ വരാൻ വേണ്ടി സുജൂദിൽ കൊണ്ട് അല്ലാഹു അക്ബർ ഒറ്റയിടക്കാണ്. ഭയങ്കര നിസ്കാരക്കാരായിട്ട് നമ്മൾ ചമയാണ്. ഒരു റക്അത്ത് പോലും അല്ലാഹുവിന്റെ മുമ്പിലെത്തിയില്ലെങ്കിൽ വലൗ സുഖിയ ബിഹാറു ദുനിയാ മാ റവാ മിൻ അതുശിഹി, മരണപ്പെടുന്ന സമയത്ത് ഒരു സമുദ്രത്തിന്റെ, ദുനിയാവിലെ സമുദ്രത്തിന്റെ മുഴുവൻ വെള്ളവും അവന്റെ വാക്യകത്തൊഴിച്ചു കൊടുത്താലും അവന്റെ ദാഹം തീരാത്ത വെപ്രാളം അവനുണ്ടാകുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. ഭൗതിക ലോകത്ത് മരിക്കുന്ന സമയത്ത് അങ്ങനെയാണ്. അല്ലാഹുവിന്റെ പരലോകത്ത് ഖാറൂന്റെയും ഹാമാന്റെയും നമ്രൂദിന്റെയും കൂടെ നരകത്തിൽ കിടന്ന് വെന്തുരുകുന്നവരുടെ കൂട്ടത്തിൽ കൂടുതലുള്ളത് നിസ്കാരമില്ലാത്തവരെന്ന് മാത്രമല്ല, നിസ്കാരത്തിൽ ശ്രദ്ധയില്ലാത്തവരാണ്, നിസ്കാരത്തെ അലംഭാവമായി കണക്കാക്കുന്നവരാണ്, ഒരു ഭാരമായി നിസ്കാരത്തെ കൊണ്ട് നടക്കുന്നവരാണ്. സുബ്ഹാനല്ലാഹ്. നമ്മളൊക്കെ ഇന്നലെ വരെ നിസ്കരിച്ചതാ, ഇന്നിപ്പോ ഇശാ നിസ്കരിച്ചു, ഇനി നാളെ സുബഹിക്കുള്ളവരാണ്. അള്ളാഹു സുബഹി നിസ്കരിക്കാൻ തൗഫീക്ക് തരട്ടെ. ആ സുബഹി നിസ്കാരം ഇൻഷാ അല്ലാഹ് ഇനി ഈ പറയുന്ന രീതിയിലായിരിക്കണം. 3 കാര്യം മാത്രം നിസ്കരിക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി, വേറെ ഒന്നും വേണ്ട, ഒക്കെ റെഡിയാവും. ഒന്നാമത്തെ കാര്യം അള്ളാഹു പഠിക്കാൻ മനസ്സിലാക്കാൻ തൗഫീക്ക് തരട്ടെ. നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ, നിസ്കാരം റെഡിയാവണം. മക്കളെ ഹാഫിളാക്കി ഇവിടെ ഹിഫ്ള് ഖുർആൻ കോളേജ് നടത്തുന്നു. അതുകൊണ്ട് 2 നേരത്തെ ചോറൊക്കെ കൊടുത്ത് ഒരു കുട്ടിയെ 33,000, എത്ര രൂപ? 30,000. അത് ചോദിക്കുമ്പോൾ തന്നെ അവർക്ക് ഒരു സന്തോഷമാണ്. മാഷാ അല്ലാഹ്, പിരിവുണ്ടടാ, പിരിവുണ്ട്, അൽഹംദുലില്ലാഹ്. നമ്മളെ നോക്കി ഉസ്താദ് ചോദിച്ചല്ലോ. പ്രത്യേകിച്ച് സലീം സാഹിബിന് ടെൻഷനാണ്, ആകെ ടെൻഷനാണ്. പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ എന്നൊക്കെ പറയുമ്പോൾ ടെൻഷൻ ഉണ്ടാവും. എത്ര പൈസ കിട്ടിയാലും മതിയാവാത്ത പരിപാടികളൊക്കെ കൊണ്ട് ടെൻഷൻ ഉണ്ടാവും. ഞാനങ്ങനെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, കമ്മിറ്റി ആവുമ്പോഴാണ് അതിന്റെ ടെൻഷൻ അറിയുള്ളൂ. കളി കാണുന്നവർക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ അതൊക്കെ ഏറ്റെടുത്തത് കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് കരുതിപ്പോയവരെ, മൻ തറക സലാത്ത മുതഅമ്മിദൻ, മനഃപൂർവ്വമാണെങ്കിലും നമസ്കാരത്തെ ഉപേക്ഷിച്ചാൽ അവന്റെ പേര് കാഫിറാണെന്ന് നബീന മുഹമ്മദ് മുസ്തഫ. അതായത് ഈ പച്ച കാഫിർ എന്ന് പറഞ്ഞാൽ അവന് പിന്നെ അളന്ന് തിട്ടപ്പെടുത്തി നോക്കേണ്ട, അവൻ കാഫിർ തന്നെയാണെന്നാണ്. അള്ളാഹു നീ കാക്കണേ പടച്ചോനെ. മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിന്റെ നീതിമാനായ ഭരണാധികാരി എന്ന് 2ാമത് പേര് കേട്ട ഖലീഫയാണ്. മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രിയപ്പെട്ട ഭാര്യ കഴിഞ്ഞിട്ട് ചില ദിവസങ്ങളിൽ ഓതുന്ന സൂറത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽ ഖാരിയത്തു മൽ ഖാരിയ വമാ അദ്റാക മൽ ഖാരിയ. ആ സൂറത്താണ് പ്രിയപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പാരായണം ചെയ്തിരുന്നത്. അതിന്റെ അവസാന ഭാഗമെത്തുമ്പോ ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കൊടുത്തിരിക്കുന്ന നന്മയുടെ ഭാരത്തെക്കുറിച്ച് പറയുന്ന, തിന്മയുടെ ഭാരത്തെക്കുറിച്ച് പറയുന്ന, വമൻ സഖുലതു മവാസീനുഹു, അവന്റെ നന്മ ഭാരമാകുന്ന വിശ്വാസിയായ മനുഷ്യർ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ പുഞ്ചിരിക്കുന്നതിനെ കുറിച്ച് പറയുമ്പോ വമൻ ഖഫ്ഫത്തു മവാസീനുഹു വ ഉമ്മുഹു ഹാവിയാ, ഭാരം കുറഞ്ഞ നന്മയില്ലാതെ തഖ്വ കുറഞ്ഞു പോയ, ഇബാദത്ത് കുറഞ്ഞു പോയ, പുണ്യം കുറഞ്ഞു പോയ, ത്രാസിൽ ഭാരം കുറഞ്ഞു പോയ മനുഷ്യർ നെട്ടോട്ടം ഓടുന്ന രംഗത്തെക്കുറിച്ച്, നരകത്തിൽ വലിച്ചെറിയുന്ന രംഗത്തെക്കുറിച്ച് പറയുമ്പോ മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു 1ാമത്തെ റക്അത്തിൽ തന്നെ എത്രയോ പ്രാവശ്യം ബോധം കെട്ട് നിലത്ത് വീണിട്ടുണ്ട് മക്കളെ. ആ രംഗത്തെക്കുറിച്ച് ഓർക്കുമ്പോ ഇന്നും ഈ ഫാത്തിമയുടെ മനസ്സിന്റെ അകത്ത് നെഞ്ചിടിപ്പോടെ അട്ടഹാസമാണെന്ന് ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട ഭാര്യ പറയുകയാണ്. ഭർത്താവിന്റെ നിസ്കാരത്തെക്കുറിച്ച് മാങ്കോണത്ത് വന്ന താത്തമാരൊന്ന് ചിന്തിച്ചു നോക്കിയേ.
ഓണത്തിന് പോലും ഫ്രീ കിട്ടാത്തൊരു മുണ്ട് ഉടുത്ത്, മലക്ക് പോയിട്ട് ശൈത്താൻ പോലും അടുത്ത് വരാത്ത ഒരു തോർത്തും തോളത്തിട്ട് അല്ലാഹു അക്ബർ പൊക്കിളിനകത്ത് കൈകെട്ടിട്ട് ഇഹ്ദിന സിറാത്ത്, അങ്ങനെയാണ് നിസ്കാരം. ഇല്ലേ? താത്തമാരെ ചിന്തിക്കുക ഭർത്താവിന്റെ നിസ്കാരത്തെ കുറിച്ച്. താത്തമാരെ നിസ്കാരത്തെ കുറിച്ച് ഭർത്താക്കന്മാരെ ചിന്തിക്കും. മാങ്കോണത്തെ എന്താണ് അവസ്ഥ? 4 മൊബൈലുമായിട്ടാണ് നിസ്കരിക്കുന്ന റൂമിലേക്ക് കയറുന്നത്. സലാം വീട്ടി ഉടനെ എടുത്ത് ചെവിയിൽ വെക്കും. അസ്സലാമു അലൈക്കും. നിസ്കാരം കഴിഞ്ഞപ്പോൾ ഇരുന്നേ ഉള്ളടി, ഇന്നലെ ഞാൻ ഫാത്തിമ റളിയല്ലാഹുവിനെ സ്വപ്നം കണ്ടടി. ഹോൾസെയിലായിട്ട് അവിടെ കച്ചവടമില്ലേ മദീനയിൽ ഇങ്ങനെ സ്വപ്നം. നമ്മുടെ നിസ്കാര റൂം, നമ്മുടെ നിസ്കാര കുപ്പായം, നമ്മുടെ സ്വഭാവം, ഇതൊക്കെ വല്ല അള്ളാഹ് അറിഞ്ഞിട്ടുണ്ടാവോ പടച്ചോനെ? ഇത് അവിടെ എത്തിയിട്ടുണ്ടാവോ? എന്തെങ്കിലും ഒരു പേര്, നിസ്കാരക്കാരൻ എന്നൊരു പേരെങ്കിലും കിട്ടിക്കാണുമോ? തന്റെ ഭർത്താവിന്റെ നിസ്കാരത്തിലെ നിലവിളിച്ചതിന് ശേഷം ബോധം കെട്ടി വീഴുന്ന രംഗത്തെക്കുറിച്ച് ഓർത്തിട്ട് പിന്നീട് വർഷങ്ങളോളം അലമുറയിട്ട് കരയുന്നു അവിടുത്തെ ഭാര്യ. സുബ്ഹാനല്ലാഹ്. അപ്പൊ എന്തൊരു നിസ്കാരമായിരുന്നിട്ടുണ്ടത്. ആ നിസ്കാരമാണ് അള്ളാഹുവിന്റെ അർശിൽ തട്ടുന്ന നിസ്കാരം, അള്ളാഹുവിന്റെ പൊരുത്തം കിട്ടുന്ന നിസ്കാരം. അത് വരാൻ ശ്രദ്ധ പോവാണ് ഉസ്താദെ. നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ശ്രദ്ധ കിട്ടുന്നില്ല, കൈ ഇങ്ങനെ കെട്ടുമ്പോൾ അങ്ങനെ പല ഓർമ്മകളാണ്. 3 കാര്യം നമ്മൾ ശ്രദ്ധിക്കണം നിസ്കാരത്തിന് നിൽക്കുമ്പോൾ. ഒന്നാമത്തത് ശ്രദ്ധിക്കാനുള്ളത് ജമാലാണ്. ജമാലായ പടച്ചവൻ, ജമാൽ എന്ന് പറഞ്ഞാൽ ഭംഗിയുള്ള പടച്ചവന്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. സുന്ദരിയായ ഒരു പെണ്ണിനെ കണ്ടാൽ ചെറുപ്പക്കാരൻ, ബൈക്ക് കൊണ്ടുപോകുന്ന ചെറുപ്പക്കാരൻ പെട്ടെന്ന് സഡൻ ബ്രേക്ക് ഇട്ട് അളിയാ അതുകൊണ്ടൊരു പീസ് വേണ്ട എന്നിങ്ങനെ പറയൂലേ? നിങ്ങളിങ്ങനെ അന്തം വിട്ടിരിക്കണ്ടേ? ഇത് തന്നെയാണ് വാളു, കേട്ടോളി. പക്ഷെ സംഭവം ഇപ്പം ശരിയാക്കി തരാം. നിങ്ങൾക്ക് ഇങ്ങനെ പറയൂലേ? ഇപ്പാപ്പോരൊക്കെ ഇരിക്കണണ്ടാത്തൊന്നും ഒല്ലോ അസ്തഗ്ഫിറുല്ലാ മുസ്ലിയാർ എന്താ ഈ പറയണത്? പണ്ട് നിങ്ങളിവിടെ കാണിച്ചു തന്ന മാങ്കോണത്തെ പഴയ ഡയറി മലക്കുകളെ വാങ്ങിച്ച് നോക്കിയാൽ കാണാം. ഒരു മരക്കൊമ്പിന് സാരി വിറ്റാൻ പറ്റാത്ത കാലം ഉണ്ടായിരുന്നു പണ്ട് മാങ്കോണത്ത്. ഇപ്പം നിങ്ങൾ ഇപ്പോൾ ഭയങ്കര ഷെയ്ഖായിട്ട് ചെറുപ്പക്കാരൊക്കെ നന്നാക്കാൻ വേണ്ടി ഇരിക്കുന്നുണ്ട് പലരും. അതുകൊണ്ട് കുറ്റപ്പെടുത്തുന്നില്ല, നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. ഉമ്മമാര്, സഹോദരിമാരോ, സൗന്ദര്യത്തിന്റെ മുന്നിൽ ആരും പകച്ചു നിന്നു പോകും. ലോകത്തെ ഏറ്റവും വലിയ സൗന്ദര്യമുള്ളത് ആർക്കാണ്? അള്ളാഹുവിനാണ്. ലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല 100 സൗന്ദര്യത്തെ പടച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു സൗന്ദര്യം മാത്രം അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ദുനിയാവിലേക്ക് വിട്ടിട്ടുള്ളൂ. ബാക്കി 99 സൗന്ദര്യവും അള്ളാഹുവിന്റെ മുമ്പിലാണ് നിൽക്കുന്നത്, അള്ളാഹുവിന്റെ അടുത്താണ്. ആ വിട്ട ഒരു സൗന്ദര്യത്തിൽപ്പെട്ടതാണ് തോഹാ റസൂലിൻ ചുണ്ട്, റോജാ റസൂലിൻ ചുണ്ട്, റോസാദളത്തിൻ ചെണ്ട്, രോമാഞ്ചമാലെ കണ്ട് തീരാത്ത ജായിബ്, ചേലിൽ തിളങ്ങും കണ്ണ്, തൊട്ടാൽ മിനുങ്ങും കവിള്, തൊട്ടടുത്തെന്നുമെന്നും തങ്ങുന്നു തെന്നല്. ഇതാണ് പ്രിയപ്പെട്ടവരെ പുന്നാര ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സൗന്ദര്യം. ലോകത്ത് അല്ലാഹു പടച്ചിരിക്കുന്ന സൗന്ദര്യത്തിൽ ഒരു സൗന്ദര്യത്തിൽ പെട്ടതാണ് മുത്തുനബിയുടെ സൗന്ദര്യം. ഈജിപ്തിലെ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സൗന്ദര്യം കണ്ടിട്ട് തന്റെ കയ്യിലിരിക്കുന്ന ആപ്പിളിന്റെ കൂടെ വിരൽ മുറിച്ചു കളഞ്ഞ പെൺകുട്ടികളുണ്ടല്ലോ, അതിൽപ്പെട്ടതാണ്, ഈ ഒരു സൗന്ദര്യത്തിൽപ്പെട്ടതാണ് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സൗന്ദര്യവും. അങ്ങനെയാണെങ്കിൽ സൃഷ്ടാവായ പടച്ചറബിന്റെ സൗന്ദര്യം എത്രയാണ് പ്രിയപ്പെട്ടവരെ? അള്ളാഹു യജമാനനായ പടച്ചവന്റെ മുമ്പിലേക്ക് നിസ്കാരത്തിന് വേണ്ടി നിൽക്കുമ്പോ ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവേ, ഞാൻ നിൽക്കുന്നത് ഏറ്റവും വലിയ സൗന്ദര്യവാനായ റബ്ബിന്റെ മുന്നിലാണ്. അതുകൊണ്ട് ഞാനും സൗന്ദര്യമുള്ളവനാകണം, എനിക്കും സൗന്ദര്യം വരുത്തണം. നിസ്കാരത്തിന് വേണ്ടി നിൽക്കുമ്പോ മാത്രം ഒരു പുതിയ സുഗന്ധം പുരട്ടുക, നിസ്കാരത്തിന് വേണ്ടി നിൽക്കുമ്പോ മാത്രം എന്റെ പ്രിയപ്പെട്ടവരെ ഒരു പുതിയ വസ്ത്രം ധരിക്കുക, നിസ്കാരത്തിന് വേണ്ടി മാത്രം ഒരു പുതുമ വരുത്തുക, നിസ്കരിക്കുന്ന റൂമിൽ മാത്രം ഒരു പ്രത്യേക അലങ്കാരം വരുത്തുക, നിസ്കരിക്കുന്ന സ്ഥലത്ത് എല്ലാ സുഖസൗകര്യങ്ങളും ഉണ്ടാക്കി വെക്കുക. എന്നിട്ടങ്ങനെ നിസ്കരിക്കുമ്പോ യജമാനനായ പടച്ചവന്റെ മുമ്പിലാണല്ലോ ഞാൻ നിസ്കരിക്കുന്നത്. ആ ഓർമ്മയും ബോധവും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിങ്ങൾക്ക് തരുന്നതാണ്. ഇന്നല്ലാഹ ജമാലുൻ യുഹിബ്ബുൽ ജമാൽ. അല്ലാഹു ഭംഗിയുള്ളവനാണ്, അതുകൊണ്ട് പടച്ച റബ്ബ് ഭംഗിയെ ഇഷ്ടപ്പെടുന്നു എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു നിസ്കരിക്കാൻ വേണ്ടി വരുമ്പോ അദ്ദേഹത്തിന്റെ വസ്ത്രത്തിൽ ഒരു ചെറിയ നജസായി. മഹാനായ അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു ആ നജസായ വസ്ത്രം ഇങ്ങനെ കല്ലിൽ ഉരച്ചൊരച്ചൊരച്ചൊരച്ചൊരച്ച്
ഒരുപാട് സമയം ഇങ്ങനെ കഴുകിക്കൊണ്ടിരിക്കുമ്പോ പ്രിയപ്പെട്ട അനുയായികൾ ചോദിക്കുന്നു, പ്രിയപ്പെട്ട തങ്ങളെ, നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്ര നേരമായ ആ വെള്ളത്തിന്റെ ചോട്ടില്? ആ സമയത്ത് മഹാനായ അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നു, എന്റെ പ്രിയപ്പെട്ട റബ്ബായ അല്ലാഹു ആയ ജമാലായ പടച്ചോന്റെ മുമ്പിൽ നിൽക്കാനല്ലേ, യജമാനനായ സൃഷ്ടാവായ പടച്ചവന്റെ മുമ്പിൽ നിൽക്കാനല്ലേ. അതുകൊണ്ട് ഞാൻ ഈ വസ്ത്രം ഒരു ചെറിയ പൊടിയെങ്കിലും അതിൽ ശേഷിക്കുന്നു എന്നറിഞ്ഞാൽ എനിക്ക് സമാധാനം ലഭിക്കില്ലെന്ന് പറഞ്ഞു മഹാനായ അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു തആല അൻഹു പൊട്ടിക്കരഞ്ഞു പോയെങ്കിൽ ഇന്നല്ലാഹ ജമാൽ, ഭംഗിയുള്ളവനായ പടച്ച റബ്ബിന്റെ മുമ്പിൽ നിൽക്കുമ്പോ നിങ്ങളും ഭംഗി വരുത്തണം പ്രിയപ്പെട്ടവരെ. മുടി നല്ലതുപോലെ ചീകി വൃത്തിയാക്കി നല്ല ശുദ്ധിയുള്ള വസ്ത്രം, നിങ്ങളുടെ വീട്ടിലുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല വസ്ത്രം, നിങ്ങളുടെ മുസല്ല ഏറ്റവും നല്ല മുസല്ല, നിസ്കരിക്കുന്ന റൂമിന്റെ ഒരു മൂലയ്ക്ക് പൊടി തൂത്തിട്ടിരിക്കുന്ന മാങ്കോണത്തെ പെങ്ങളെ, ആ നിസ്കാരം അല്ലാഹുവിന്റെ മുമ്പിൽ എത്തുമോ പ്രിയപ്പെട്ടവരെ? നിസ്കരിക്കുന്ന സ്ഥലവും ശുദ്ധിയാവണം, നിസ്കരിക്കുന്ന പെണ്ണു മാത്രമല്ല, നിസ്കരിക്കുന്ന സ്ഥലവും ശുദ്ധിയാവണം. അല്ലാഹു ഭംഗിയുള്ളവനാണ്. അസ്വലാത്തു മുനാജാത്തു റബ്ബിൽ ആലമീൻ. അല്ലാഹുവുമായുള്ള അഭിമുഖമാണ് നിസ്കാരം. അള്ളാഹിനോട് സംസാരിക്കാൻ പോവാണ്. ഒരഭിമുഖത്തിന് ഒരാളെ നമ്മൾ ക്ഷണിക്കുമ്പോൾ നമ്മൾ എന്തെല്ലാം ചെയ്യും. എന്നോട് കുറെ നാളുകൊണ്ട് ഒരു ചാനലുകാർ ചോദിക്കുന്നുണ്ട്, എത്ര പാട്ട് എഴുതി, എത്ര കാലമായിട്ട് പ്രസംഗിക്കുന്നു, എത്ര സ്ഥാപനങ്ങൾ, എവിടെയൊക്കെ വാതു, ഇതൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ. അപ്പോൾ ചോദിക്കുന്നത്, നമുക്ക് നല്ലൊരു പ്ലേസ് വേണം ഉസ്താദെ, അഭിമുഖത്തിന് വേണ്ടി ഇരിക്കുമ്പോൾ നല്ല ലൈറ്റുള്ളൊരു സമയം വേണം, ലൈറ്റുള്ളൊരു സ്ഥലം വേണം, ബാക്ക്ഗ്രൗണ്ട് ഭംഗിയാവണം, മുനാജാത്തിന് വേണ്ടി ഇരിക്കുമ്പോഴാണ്. ഇത് നിസ്കാരത്തിന് മാത്രം നമുക്ക് യാതൊരു വിധ. ഇത് പെണ്ണ് കാണാൻ പോകുന്ന ചെറുപ്പക്കാരന്റെ ഒരുക്കൽ എത്രയാണ്, പെണ്ണിന്റെ ഒരുങ്ങൽ എത്രയാണ്. നിസ്കാരം അത്രയെങ്കിലും ഒരു വില കൊടുത്തൂടെ? അത്രയെങ്കിലും ഒരു വില. അവിടെ ഇവിടെയും കിടക്കുന്ന സാധനമൊക്കെ എഴുതി തുടച്ച് അങ്ങോട്ട് നിൽക്കൽ തന്നെ. അങ്ങനല്ല, അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കും. അതിനാണ് വില തരുന്നത് പടച്ചോൻ. എനിക്ക് വേണ്ടി എത്രയാണ് ഒരടിമ എന്റെ മുമ്പിൽ വന്ന് നിൽക്കാൻ, കണ്ടോ? അള്ളാഹുവിന്റെ മലക്കുകൾ പറയുന്നു, അല്ലാ ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് തന്നെ റെഡിയായിട്ടിരിക്കുന്നു പടച്ചോനെ. എത്ര ഭംഗിയായിട്ടാണ്, സാവകാശമാണ്, സമാധാനമാണ് ഒളുവെടുത്തത്. അല്ലാതെ ഹൗദിലേക്ക് മുതല ചാടുന്ന പോലെയല്ല. പതുക്കെ സാവകാശം ഒളുവെടുത്ത് വൃത്തിയായി ഭംഗിയായി നിസ്കാരത്തിന് വരുന്നു. മഹാനായ ഫുളൈൽ ബിൻ അയ്യാദ് റളിയല്ലാഹു തആല നിസ്കാരത്തിൽ മരണപ്പെട്ട ഒരു മഹാനുണ്ട്. ഇവിടെ ഖുർആൻ പഠിപ്പിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പേര് ഖത്തീറുൽ ഖുർആൻ എന്നാണ്. ഖുർആൻ മരണപ്പെടുത്തിയ മനുഷ്യൻ എന്നാണ്. ലോകത്ത് ഖുർആൻ ഓതിയിട്ട് മരണപ്പെട്ട ഒരാളെ ഉള്ളൂ. ഖുർആൻ ഓതൽ കേട്ടിട്ട് നെഞ്ചു പൊട്ടി മരണപ്പെട്ട ഒരേ ഒരാളെ ലോകത്തുള്ളൂ. നിസ്കാരത്തിൽ മരിക്കുന്നവരുണ്ട്, സുജൂദിൽ കിടന്ന് മരിക്കുന്നവരുണ്ട്, ഹറമിലൊക്കെ ഒത്തിരി ആളുകൾ മരിക്കുന്നവരുണ്ട്. ഫുളൈൽ ബിൻ അയ്യാദ് റളിയല്ലാഹു തആല അൻഹു പണ്ട് കൊള്ളക്കാരനായിരുന്നു. വഴിയിൽ പോകുന്ന ആളുകളൊക്കെ പിടിച്ച് പണം തട്ടിയെടുക്കുക, സുന്ദരികളെ വ്യഭിചരിക്കുക, കച്ചവടക്കാരുടെ സ്വത്ത് തട്ടിയിടുക, ആ പരിപാടിയായിരുന്നു ഫുളൈൽ ബിൻ അയ്യാദ് റളിയല്ലാഹു അൻഹു. ഒരിക്കലും അങ്ങനെ വഴിയിൽ പിടിച്ചു പറിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ സുന്ദരിയായ ഒരു പെണ്ണ് വന്നു. ഈ ചരിത്രം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ആ ചരിത്രം വിശദീകരിക്കുന്നില്ല. അതിന്റെ രണ്ടാമത്തെ ഒരു ഭാഗമുണ്ട്, അത് നിങ്ങൾക്ക് കേൾക്കാം. അപ്പൊ ഈ പെണ്ണിന്റെ പിന്നാലെ പോയി. സ്വത്തൊന്നും എടുത്തില്ല, സുന്ദരിയായ പെണ്ണായതുകൊണ്ട് അവളെ വ്യഭിചരിക്കണം, അവളെ പ്രാപിക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പിന്നാലെ പോയി. ആ പെണ്ണ് വീട്ടിന്റെ അകത്ത് ചെന്നു. ഒളു കൊടുത്ത് നിസ്കരിക്കാൻ വേണ്ടി കൈകെട്ടി. അപ്പോഴൊക്കെ വീടിന്റെ ഫ്രണ്ടിൽ ഇയാൾ ഇങ്ങനെ ഉണ്ട്. നിസ്കാരത്തിന് ശേഷം ഞാൻ വരാം. നിസ്കരിച്ച് ഫാത്തിഹ ഓതിയിട്ട് സൂറത്ത് ഓതി, അലം യഅനി ലില്ലദീന ആമനൂ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ ഭയന്നുകൊണ്ട്, വിശ്വാസികൾ ഭയന്നുകൊണ്ട് ജീവിക്കാൻ ഇനിയും സമയമായിട്ടില്ലേ? ഈ കാലഘട്ടത്തിൽ ചോദിക്കേണ്ട ചോദ്യം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ഈ കാലഘട്ടത്തിൽ ചോദിക്കേണ്ടതാണ്. എത്ര ഭൂമി കുലുക്കം, എത്ര വെള്ളപ്പൊക്കം, എത്ര മാരക രോഗങ്ങൾ, എത്ര അപകടങ്ങൾ, എത്ര ബുദ്ധിമുട്ടുകൾ, എത്ര പ്രയാസങ്ങൾ, എത്ര പ്രകൃതി പ്രതിഭാസങ്ങൾ, ദുരന്തങ്ങൾ, ദുരിതങ്ങൾ ഇതും വന്നിട്ട് അലം യഅനി ലില്ലദീന ആമനൂ ഔ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്.
അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ഭയപ്പെടാൻ നിങ്ങൾക്ക് സമയമായില്ലേ എന്ന് അള്ളാഹു അന്ന് ചോദിച്ച ചോദ്യം കേട്ടിട്ട് മഹാനായ ഫുളൈൽ ബിൻ അയാദ് റളിയല്ലാഹു തആല അവിടെ നിന്ന് ഇറങ്ങി ഓടുകയാണ്. പെണ്ണിനോട് മാപ്പ് ചോദിച്ചിട്ട് ഇറങ്ങി ഓടുകയാണ്. പിന്നെ ഭയപ്പെട്ടതിന് ശേഷം പിന്നെ അള്ളാഹുവിലേക്കാണ് പോയത്, അള്ളാഹുവിന്റെ പൊരുത്തത്തിലേക്കാണ് പോയത്, അള്ളാഹുവിന്റെ തൃപ്തിയിലേക്കാണ് പോയത്. സൂഫി ചക്രവാളത്തിന്റെ മുകളിലാണ് പിന്നീട് മഹാനായ ഫുളൈൽ ബിൻ അയാദ് റളിയല്ലാഹു അൻഹു ജീവിച്ചത്. അദ്ദേഹത്തിന് ഒരു മകനുണ്ടായിരുന്നു, അലി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ആ മകനും ചെറുതിലെ നല്ല വികൃതിയായിരുന്നു. ആ സമയത്ത് ഫുളൈൽ ബിൻ അയാദ് റളിയല്ലാഹു അൻഹുവും അവരുടെ ഭാര്യയും കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തു, അല്ലാഹ് ഞങ്ങളുടെ പൊന്നുമോന് നീ നല്ലൊരു ഹാഫിളായി ആലിമാക്കി ഹാദിയാക്കി മാറ്റണേ അല്ലാഹ്, ഹിദായത്തുള്ള തഖ്വയുള്ള മോനാക്കി മാറ്റണേ റബ്ബേ. അങ്ങനെ ഫുളൈൽ ബിൻ അയാദ് റളിയല്ലാഹു അൻഹുവിന്റെ ദുആയിന് ഉത്തരം കൊടുത്തുകൊണ്ട് ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് ഈ ആലങ്കോട് ജുമയ്ക്ക് പോലുണ്ട്. അവിടെ കുമ്മന നിസാമുദ്ദീൻ അസേരി, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അദ്ദേഹത്തിന്റെ ശബ്ദം. അദ്ദേഹം കൂടി പുതിയ സെറ്റൊക്കെ വാങ്ങിച്ച് രണ്ട് സൈഡിൽ വെച്ച് 12:45 മുതൽ തുടങ്ങിയ 2 മണി വരെ അങ്ങനെ ഒരു ഓളം തന്നെ, ഖുർആനിന്റെയും പ്രസംഗത്തിന്റെ ഒരു ഓളം. നമ്മുടെ സുഹൃത്താണ്, അള്ളാഹു ബർക്കത്തിട്ട് അദ്ദേഹത്തിന്റെ ഉപ്പ മരണപ്പെട്ടു, അള്ളാഹു സ്വർഗ്ഗം കൊടുക്കട്ടെ. അപ്പൊ ഇത് നമുക്ക് ഇഷ്ടമാണ്, സംഭവം നല്ലതാ. പക്ഷെ എന്ന് പറഞ്ഞ് നമ്മൾ വലിയ മുഖ്ലിസീങ്ങളായ മുത്തഖീങ്ങളായ പണ്ഡിതന്മാരെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഒഴിവാക്കാനും അവഗണിക്കാനും പാടില്ല. തജ്വീദ് അനുസരിച്ച് ഖുർആൻ ഓതിയാൽ മതി, വലിയ സ്വരമൊന്നും ഇല്ലെങ്കിൽ. ഇപ്പൊ ഈ ഇവിടെ പഠിക്കുന്ന 16 18 മക്കളിൽ എല്ലാവരും വലിയ ഭംഗിയിൽ ഓതുന്നവരായിരിക്കൂല. എൻ്റെ മകൻ പിന്നെ പാണക്കാട് സ്കൂളിൽ പഠിച്ച് ഹാഫിളായി, അവന് സ്വരം കുറവാ, പക്ഷെ മഹ്റജ് മാഷാ അല്ലാഹ് നിലനിർത്തി കൊടുക്കണേ പഠിച്ചവനെ. നമ്മൾ മദീനത്ത് പോയപ്പോ മസ്ജിദ് ഫസഹില് മാഷാ അല്ലാഹ് ഉഹുദിന്റെ താഴെ അവിടെയൊക്കെ പോകുമ്പോൾ നിങ്ങൾ പോയി കാണണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ സഹാബത്ത് നിന്നപ്പോൾ ഇടുങ്ങിപ്പോയപ്പോൾ അള്ളാഹ് വിശാലാക്കി കൊടുത്ത പള്ളിയാണ് മസ്ജിദ് ഫസഹ്. അവിടെ ഇശാൻസ്കാരത്തിന് മോനെ ഇമാമത്ത് നിർത്തി. ആ സമയത്ത് ഇറങ്ങിയ ആയത്തുണ്ടല്ലോ, മസ്ജിദ് ഫസഹ് നടക്കുന്ന സമയത്ത് ഇറങ്ങിയ ആയത്തോതിയിട്ട് അവൻ ഇമാമത്ത് നിന്നപ്പോൾ എനിക്ക് അഭിമാനം തോന്നിപ്പോയി. അള്ളാഹു പൊന്നുമോന്റെ ഹിഫ്ളും ഈ പരിശ്രമവും ഒക്കെ നിലനിർത്തി കൊടുക്കട്ടെ. ഈ മക്കൾക്ക് നല്ല ഉസ്താദുമാരെ കിട്ടിയിട്ടുണ്ട്, നല്ല സംഘാടകരെ കിട്ടിയിട്ടുണ്ട്. നല്ല നാട്ടുകാരാണോ അല്ലയോ എന്ന് 10 വർഷമെങ്കിലും ഹിഫ്ള് നടന്നാൽ അറിയാൻ പറ്റും. 3 വർഷത്തെ ഹിഫ്ള് കൊണ്ട് അറിയാൻ പറ്റൂല. ഏറ്റവും ചുരുങ്ങിയത് 10 കൊല്ലമെങ്കിലും ഹിഫ്ള് നടക്കുമ്പോഴാണ് ആ നാട്ടുകാർ നല്ലവരാണെന്ന് അറിയാൻ പറ്റും. അപ്പൊ ഈ രീതിയിൽ കേട്ടിട്ട് നമുക്ക് എന്ത് ഗുണമാണ് ഉണ്ടാവുക? ഞാൻ പറയട്ടെ, നമ്മളിപ്പോ നിസ്കാരത്തെ കുറിച്ച് കേട്ടു. നാളെ സുബഹിക്ക് നിങ്ങൾ എഴുന്നേറ്റ് നിസ്കരിക്കാൻ വേണ്ടി മുസല്ലയിൽ നിൽക്കുമ്പോ നോക്കണം, അള്ളാഹ് ഇത് തന്നെയല്ലോ ഇട്ടുകൊണ്ട് കിടന്ന പടച്ചോനെ, അപ്പൊ അത്ര വില പടച്ചോനെ നിനക്കുള്ളോ? അലമാരെ പോയി ഡ്രസ് എടുക്കുമ്പോ ഭാര്യ ചോദിക്കും, എന്താണ് അവിടെ അലമാര പാതിരാത്രി? അല്ല, നിസ്കരിക്കാൻ അതുപോലെ അടി ഈ പുതിയ മുണ്ട് അതൊക്കെ അലക്കി തേച്ച് കല്യാണത്തിന് ശുക്കൂറിന്റെ മോളെ കല്യാണത്തിന് നാളെ പോകാൻ വേണ്ടി വെച്ച് നിങ്ങൾ പോയി കിടന്ന് ഉറങ്ങുക. മാക്കവിക്ക് ഭ്രാന്ത് കുറ്റിയും പറിച്ച് ഉടനെ വന്നിട്ട് അയാളത് അങ്ങനല്ല, ഒരുങ്ങണം. കല്യാണത്തെക്കാൾ വലുത് നിസ്കാരമല്ലേ? നല്ല വസ്ത്രം മടക്കി നിസ്കാരക്കുപ്പായൊക്കെ താത്തമാര് വർഷത്തിൽ ഒരിക്കലെങ്കിലും കഴുകണം കേട്ടോ, ഒരിക്കലെങ്കിലും കഴുകണം. അതിന്റെ കശത്തിന്റെ ഈ ഭാഗത്തൊക്കെ കറുത്ത പുള്ളി ഉണ്ടാവും. അത് ഡിസൈനല്ല, അതിങ്ങനെ കരമ്പേനടിച്ചിട്ട് വന്നതാ. ആ സാധനം ആകെ 100-200 രൂപ കൊടുക്കുമ്പോൾ നല്ല നിസ്കാരക്കുപ്പായം കിട്ടും. മാറ്റി വാങ്ങിച്ചോ? മുസല്ല, ചില ആൾക്കാർ മുസല്ല മാറ്റൂല, സുജൂദ് ചെയ്ത് മുസല്ലര ആ മധ്യഭാഗത്ത് കീറി, എന്നാലും അതിന്റെ മണ്ട സുജൂദ്. ഓ ബറക്കത്തടി, ബറക്കത്ത്, എന്ത് ബറക്കത്ത്? അത് മാറ്റിയിട്ട് പുതിയ വാങ്ങിച്ചിടണം. അള്ളാഹയെ കളിയാക്കരുത്. നിസ്കരിച്ചില്ലെങ്കിൽ നിസ്കരിച്ചില്ലെന്നേ ഉള്ളൂ. നിസ്കാരമുള്ളവർക്കാണ് വലിയ നരകം, നിസ്കാരമില്ലാത്തവരെക്കാളും നരകം. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീനി ഫദാലികല്ലദീ യദ്ഉൽ യതീം വലാ യഹുല്ലു അലാ തുആമിൽ മിസ്കീൻ ഫവൈലുൽ ലിൽ മുസല്ലീൻ. ഒരു സ്ഥലത്തും ഇങ്ങനെ പറഞ്ഞിട്ടില്ല നിസ്കാരക്കാർക്കാണ് നരകമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ, നിസ്കരിക്കുന്നവർക്കാണ് നരകമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ. അതിനെ മുഫസ്സിരിങ്ങൾ വിശദീകരിക്കുന്നു. സമയത്തെ തൊട്ട് ബന്ധിപ്പിച്ചവരാണ്, വൃത്തിയില്ലാതെ നിസ്കരിക്കുന്നവരാണ്, നിസ്കാരത്തിന് വില കൊടുക്കാത്തവരാണ്, അങ്ങനെ 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 കുറെ വിശദീകരണം വരുന്നുണ്ട്. അതിലൊന്നും അല്ലാഹു നമ്മളെ പെടുത്താതിരിക്കട്ടെ. ഉള്ളത് വൃത്തിയായിട്ട് ചെയ്യുക, ഇല്ലെങ്കിൽ ചെയ്യേണ്ട നിങ്ങൾ. നിസ്കാരം ഇല്ലാത്തവിടെ ശിക്ഷ വാങ്ങിച്ചോ, നിസ്കരിച്ചിട്ട് ശിക്ഷ വാങ്ങരുത്. ആലോചിച്ച് നോക്ക്, നല്ല വൃത്തിയിൽ അള്ളാഹുവിന്റെ മുമ്പിലല്ലേ നിങ്ങൾക്ക് എന്തെല്ലാം അള്ളാഹു തന്നു, അത് പിന്നാലെ വരുന്നുണ്ട്. അങ്ങനെയുള്ള പടച്ചോന്റെ മുമ്പിൽ പോയി നിൽക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ? ഉള്ളതിൽ വെച്ച് ഏറ്റവും വില കുറഞ്ഞ വസ്ത്രം, നിസ്കരിക്കുന്ന റൂമോ എവിടെ വീട് വെച്ചാലും ഉസ്താദെ പുരതാമസത്തിന് വരണം. ഉസ്താദ് വന്നാൽ വലിയ റാഹത്താണ്, പെണ്ണും പിള്ളയ്ക്ക് ഭയങ്കര സന്തോഷമാണ്, ഉസ്താദിന്റെ പ്രസംഗം എല്ലാ ദിവസവും കേൾക്കും, അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് വീട്ടിൽ ചെല്ലുമ്പോ തന്നെ വീടിന്റെ മുതലാളി പറയും ഉസ്താദിന്റെ സർപ്രൈസ് ഉണ്ട്. എന്താ?
വരി ഉസ്താദെ വരും കാണിച്ചു തരാം. വലിയ വീടാ, 2000, 3000 സ്ക്വയർ ഫീറ്റ്, 4000, 5000 സ്ക്വയർ ഫീറ്റ്. നിസ്കാര റൂം കണ്ടോ, ബിസ്മില്ലാ അങ്ങോട്ട് തുറക്കും. സുബ്ഹാനല്ലാഹ്. ഉസ്താദിനെന്ത് സർപ്രൈസ്. AC ഉള്ള പള്ളി കിടക്കണം ശരിയായിരിക്കും. ജബറിലായത്തിൽ കുറിച്ച് കഥ വേറെ തുണിയൊക്കെ വെച്ച് ഒട്ടിച്ച് മാഷാ അല്ലാഹ്. ഇതാണ് നിസ്കാര റൂം ഉസ്താദെ. 1 വർഷം 2 വർഷം കഴിഞ്ഞ് അവന്റെ വാപ്പയെങ്ങാനം മരിച്ച് ഉസ്താദ് ദുആ ചെയ്യാൻ ആ വീട്ടിൽ ചെല്ലുമ്പോൾ ഉസ്താദ് നിസ്കാര സമയമായി. ഉസ്താദ് പറയാം, ഇവിടെ നമ്മളെ നിസ്കാര റൂം ഒന്ന് കാണിക്കുമോ, നമ്മളന്ന് പാലാച്ചിന് വന്നപ്പോൾ കണ്ട. അല്ല ഉസ്താദ്, അവിടെ ഇപ്പോൾ നമ്മൾ ഈ ഉണക്ക തേങ്ങയൊക്കെ എടുത്ത് വെച്ച് വാപ്പാടെ പഴയ ചട്ടി ഉമ്മാടെ നിക്കറൊക്കെ ഇട്ട് അതിനകത്ത് ഉണക്കാണ്. നിസ്കാര റൂമോ, എലിയും പെരിച്ചാഴിയും. എന്തുമായിരുന്നു പാലിയാച്ചിൻ്റെ ഒന്ന്. ബഹളത്തോടെ ബഹളമായിരുന്നു, ഭയങ്കര. നിസ്കാര റൂം അങ്ങനെ ഇങ്ങനെ പാളയം പള്ളി തോറ്റു. ഇപ്പം അതിനകത്തൊന്നുമില്ല. കുറേ പഴയ കീറിയ സാധനങ്ങളും പെരിച്ചാഴിയും എലിയും കൊപ്ര തേങ്ങയും കിഴങ്ങും ഒക്കെ ഉണ്ടാവും. ആ വീട്ടിൽ ആവശ്യമില്ലാത്ത എല്ലാം വാരി അതിനകത്തോട്ട് കയറ്റും. അപ്പം അള്ളാഹു നമുക്ക് എന്താണ്? നമുക്ക് ഇതൊക്കെ തോന്നുന്നത് എന്തെന്നറിയോ? ഈ പണത്തിൻ്റെ നിഗളിപ്പ് വരുന്നത് കൊണ്ടാണ്. കുറച്ചങ്ങ് മാറിക്കോളും. വലിയ വീട്, വലിയ പണം, വലിയ പത്രാസ്, മാഗോണ തെന്നക്കാൽ വലുത് ആരുമില്ല എന്നൊക്കെ തോന്നൽ വരുമ്പോഴാണ് ഇങ്ങനെ വരിക. അതൊക്കെ മാറുന്ന ഒരു കാലം വരും പ്രിയപ്പെട്ടവരെ. അള്ളാഹുവേ, പടച്ചവനെ, ഞങ്ങളെ നീ പരീക്ഷിക്കല്ല റബ്ബേ.